ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ശ്ലോകം 14. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർന സബധ്യതേ. വിവർത്തനം: കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല, എനിക്ക് കർമ്മഫലേച്ഛയുമില്ല. എന്നെക്കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. ഭാവാർത്ഥം: രാജാവിന് തെറ്റുപറ്റുകയില്ലെന്നും ഒരു രാജ്യത്തിലെ നിയമങ്ങൾ രാജാവിന് ബാധകമല്ലെന്നും സിദ്ധാന്തിക്കുന്ന നിയമങ്ങൾ ഈ ലോകത്തുണ്ട്. അങ്ങനെ തന്നെ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടാവാണെങ്കിൽ കൂടി ഭഗവാനെ ലൗകിക കർമ്മങ്ങൾ ബാധിക്കുന്നില്ല. അദ്ദേഹം സൃഷ്ടിക്കുന്നു, അതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ജീവാത്മാക്കളാകട്ടെ തങ്ങളുടെ ഭൗതിക കർമ്മങ്ങളുടെ ഫലങ്ങളിൽ കുടുങ്ങിപ്പോവുകയാണ്. അവർക്ക് പ്രകൃതി വിഭവങ്ങൾ കൈയടക്കാനായിട്ടുള്ള പ്രവണത കൊണ്ടാണത്. ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ തൻ്റെ തൊഴിലാളികളുടെ പ്രവൃത്തികൾക്ക് അവ തെറ്റായാലും ശരിയായാലും ഉത്തരവാദിയല്ല. ആ തൊഴിലാളികൾ തന്നെയാണ് അതിന് ഉത്തരവാദികൾ. തങ്ങളുടെ ഇന്ദ്രിയ സുഖപൂർത്തിക്ക് വേണ്ടുന്ന കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ജീവാത്മാക്കൾ. അവയോ ഭഗവൻ നിർദ്ദിഷ്ടങ്ങളല്ല താനും. ജീവാത്മാക്കൾ ഇത്തരം സുഖം വളർത്താനായി കൊണ്ട് തന്നെ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നു. മരണശേഷം സ്വർഗസുഖത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സ്വയം സമ്പൂർണനായ ഭഗവാന് പ്രകീർത്തിതമായ ഈ സ്വർഗസുഖത്തിൽ താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ നിയോഗമനുസരിക്കേണ്ടുന്ന ഭൃത്യന്മാരാണ് സ്വർഗവാസികളായ ദേവന്മാർ. തൊഴിലാളികൾ ആഗ്രഹിക്കാവുന്ന ചെറിയ സുഖങ്ങൾ ഉടമ ഒരിക്കലും കാക്ഷിക്കാറില്ലല്ലോ. ഭൗതിക കർമ്മങ്ങളിൽ നിന്നും ഫലങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുന്നു. ഉദാഹരണമായി, ഭൂമിയിൽ വിവിധ സസ്യങ്ങൾക്ക് വളരാൻ മഴ കൂടിയേ കഴിയൂ. എങ്കിലും അവയുടെ വളർച്ചയ്ക്ക് ഉത്തരവാദിയല്ല മഴ. വൈദിക സ്മൃതി പറയുന്നു: നിമിത്തമാത്രമേവാസൗ സൃജ്യാനാം സർഗകർമ്മണി പ്രധാന കാരണീഭൂത യതോ വൈ സൃജ്യശക്തയ. ഭൗതിക സൃഷ്ടികളുടെ പരമകാരണം മാത്രമാണ് ഭഗവാൻ. പ്രപഞ്ചാവിർഭാവം ഉളവാക്കുന്ന പ്രകൃതിയാണ് സത്വരമായ കാരണം. ദേവന്മാർ, മനുഷ്യർ, ജന്തുക്കൾ എന്നിങ്ങനെ സൃഷ്ടിജാലം അനേകമുണ്ട്. എല്ലാവരും താങ്കളുടെ നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങളുടെ പ്രതികരണങ്ങൾക്ക് അധീനരാണ്. ആ കർമ്മങ്ങൾക്ക് വേണ്ടുന്ന പരിതസ്ഥിതികളും ത്രിഗുണാനുസൃതങ്ങളായ നിബന്ധനകളും നൽകുക മാത്രമേ ഭഗവാൻ ചെയ്യുന്നുള്ളൂ. അവരുടെ പ്രവൃത്തികൾക്ക് അവ ഇന്നത്തേതായാലും ശരി, ഇന്നലത്തേതായാലും ശരി, അവിടുന്ന് ഉത്തരവാദിയല്ല. വൈഷമ്യ നൈർഘണ്യേന സാപേക്ഷത്വാത്. ഭഗവാന് ഒരു ജീവാത്മാവിനോടും പക്ഷപാതമില്ലെന്ന് വേദാന്ത സൂത്രം 2:1-34 ഊന്നി പറയുന്നുണ്ട്. സ്വകർമ്മങ്ങളുടെ ചുമതല ഏൽക്കേണ്ടത് ജീവാത്മാവാണ്. കൃഷ്ണൻ തൻ്റെ ബഹിരംഗ ശക്തിയായ പ്രകൃതിയിലൂടെ അവയ്ക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ മാത്രം നൽകും. കർമ്മ നിയമത്തിൻ്റെ ഈ സങ്കീർണ വശങ്ങളെല്ലാം ഗ്രഹിച്ചവൻ കർമ്മഫലങ്ങൾക്ക് അടിമപ്പെടില്ല. ഭഗവാന്റെ ഈ അതീന്ദ്രിയ ഭാവത്തെക്കുറിച്ചറിഞ്ഞ അയാൾ കൃഷ്ണാവബോധത്തിൽ പരിചയസമ്പന്നനും തന്നിമിത്തം കർമ്മനിയമത്തിന് അതീതനുമായിരിക്കും. ഭഗവത് സ്വഭാവം മനസ്സിലാക്കാതെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ സാധാരണ മനുഷ്യരുടെ ഫലമുദ്ദേശിച്ചുള്ള പ്രവൃത്തികളാണെന്ന് കരുതുന്നവർ കർമ്മഫല ശൃംഖലയിൽ കുടുങ്ങിപ്പോവുകയുള്ളൂ. സർവോത്കൃഷ്ടമായ സത്യം എന്തെന്നറിയുന്നവനാകട്ടെ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്നു. അയാൾ വിമുക്തനാകുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.